നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ ഡോക്ടർ ശശി തരൂർ MP. ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ലേഖനമെന്ന നിലപാട് ശശി തരൂർ പരസ്യമാക്കി. തരൂരിനെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തിയപ്പോൾ തരൂർ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക്. ഇതിനിടെ DYFI പരിപാടിക്ക് ശശി തരൂർ ആശംസ അറിയിച്ചത് പുതിയ ചർച്ചകൾക്കിടയാക്കി. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ഡോക്ടർ ശശി തരൂരിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാം പരിഹരിക്കപ്പെട്ടുവെന്ന് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ നേതൃത്വത്തിന് വഴങ്ങുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് പരസ്യ പ്രതികരണത്തിലൂടെ ഡോക്ടർ ശശി തരൂർ. ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ലേഖനമെന്ന് വിശദീകരണം. നോക്ക്, ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. ആഗോള ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനമെന്നും CPIMന്റെ കണക്കല്ലെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. സർക്കാരിന്റേത് കള്ളക്കണക്കെന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റേത്. ഡോക്ടർ ശശി തരൂരിനോടുള്ള മൃദു നിലപാട് വീണ്ടും ആവർത്തിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തിയതും പാർട്ടിക്കുള്ളിലെ ഭിന്നത വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ഒളിയമ്പ്. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയാ, വ്യാഖ്യാനിച്ച് അത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകാണ്. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് DYFI നേതാക്കൾ ക്ഷണിച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയം. അദ്ദേഹം വളരെ സ്വാഗതാർഹമായി ഞങ്ങളോട് സമീപിക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് എത്തിച്ചേരാനാകാത്ത അസൗകര്യം വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് അറിയിക്കുകയും ഒക്കെ ചെയ്തു. അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഡേറ്റ നൽകുന്നത് സർക്കാർ തന്നെയാകുമല്ലോ എന്നായിരുന്നു ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണത്തിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടമാണ്. അതിനോടൊപ്പം അദ്ദേഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ശശി തരൂരിന്റെ നിലപാടുകളിൽ അതൃപ്തിയുണ്ട്. 24 ഡൽഹി, തിരുവനന്തപുരം. കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ല എന്നുള്ളതാണ് ലീഗിന്റെ പ്രധാന വിമർശനം. ഇന്ന് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ ഇക്കാര്യം ചർച്ചയായി. തദ്ദേശ തിരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പിടിവലിയും പിണക്കങ്ങളും സാരമായി ബാധിക്കും എന്ന വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഒരു ഭിന്നതയുണ്ടായാൽ അത് പരിഹരിക്കാതെ നീണ്ടുപോവുകയാണ്. ഇങ്ങനെ പോയാൽ തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയെ തന്നെ ബാധിക്കുമെന്ന് ലീഗിന്റെ MLA-മാർ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിനെ ഉലയ്ക്കുന്ന ശശി തരൂർ വിഷയമാകട്ടെ, അതിനു മുൻപ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം. ഇങ്ങനെ UDF-ൽ ഐക്യമില്ല എന്ന സന്ദേശമാണ് പുറത്തു വരുന്നത് എന്നതാണ് മുസ്ലിം ലീഗിന്റെ പൊതുവികാരം. ഇന്നു ചേർന്ന നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ചയായി. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെന്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിലെത്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ള 3 ടേം വ്യവസ്ഥ ഇപ്രാവശ്യം തുടരാനും നേതൃയോഗത്തിൽ തീരുമാനമെടുത്തു. 24 മലപ്പുറം. ഡൽഹി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ BJPയുടെ നിയുക്ത MLA-മാരുടെ യോഗം അല്പസമയത്തിനകം. യോഗത്തിന് ശേഷം പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഇന്ന് രാത്രി തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, പുതിയ മുഖ്യമന്ത്രി ആര് എന്നത് എപ്പോൾ അറിയാൻ കഴിയും? അനുജ, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഇന്ന് 7 മണിക്ക് BJP സംസ്ഥാന ആസ്ഥാനത്ത് ചേരുന്ന നിയുക്ത MLA-മാരുടെ യോഗത്തിന് മുന്നിൽ വയ്ക്കും. അതിനുശേഷം യോഗം ഔപചാരികമായി ആ പേര് അംഗീകരിക്കും. യോഗത്തിന് ശേഷം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതായി പറഞ്ഞു കേൾക്കുന്ന സൂചന എന്നുള്ളത് ബനിയ സമുദായത്തിൽ നിന്നായിരിക്കും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ 2 പേരാണ് ഏറ്റവും സാധ്യതയേറുന്നത്. ഒന്ന് കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര ഗുപ്ത, മറ്റൊന്ന് വനിതാ നേതാവ് കൂടിയായ രേഖ ഗുപ്ത എന്നീ പേരുകളാണ്. ഇതിൽ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ പ്രഖ്യാപനത്തിന്
പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് വൈകിട്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാനും നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് തീരുമാനം. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും രാംലീല മൈതാനിയിൽ പൂർത്തിയായിട്ടുണ്ട്. ശരി, ഡൽഹി മുഖ്യമന്ത്രി ആര് എന്നത് ഇന്നിപ്പോൾ 7 മണിക്ക് ശേഷം അറിയാം. 7 മണിക്ക് MLA-മാരുടെ യോഗം ചേരും. നാളെയാണ് സത്യപ്രതിജ്ഞ. പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകാതെ മന്ത്രിസഭായോഗം. കരട് നയത്തിലെ ചില നിർദ്ദേശങ്ങളിൽ മന്ത്രിമാർ എതിർപ്പുന്നയിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. ടൂറിസം മേഖലയിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകളിൽ ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന നിർദ്ദേശത്തിലും കള്ളുചെത്ത് മേഖലയിലെ വ്യവസ്ഥയിലുമാണ് മന്ത്രിമാർ സംശയങ്ങൾ ഉന്നയിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് മദ്യനയത്തിന് അംഗീകാരം നൽകുകയായിരുന്നു ഇന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട. ഡ്രൈ ഡേയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഇളവ് നൽകാൻ അനുമതി നൽകുന്നതായിരുന്നു കരട് നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ടൂറിസം കോൺഫറൻസുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പ്രത്യേക ഫീസ് കെട്ടിവെച്ച് 1-ാം തീയതിയും മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചു. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന കരട് നയത്തിലെ വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ പുതിയ നിർദ്ദേശങ്ങളും വെച്ചു. ടൂറിസം മേഖലയ്ക്ക് സഹായകരമായ കൂടുതൽ മാറ്റം നയത്തിൽ വേണമെന്നായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ആവശ്യം. വ്യവസായ നിക്ഷേപകർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് മന്ത്രി P രാജീവും ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ വ്യക്തത വേണമെന്നായിരുന്നു CPI മന്ത്രി K രാജന്റെ ആവശ്യം. ഇതോടെ ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് കരട് നയം അംഗീകരിക്കുന്നത് മന്ത്രിസഭായോഗം മാറ്റിവെച്ചത്. നക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിന്റെ തനതു പാനീയമായ കള്ള് വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം അനുമതി നൽകിയിരുന്നു. ഇതിനുള്ള കള്ള് നക്ഷത്ര ഹോട്ടലുകൾ അവരുടെ പരിസരത്തു നിന്ന് തന്നെ ചെത്തിയെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വ്യവസ്ഥയിൽ കരട് നയം മാറ്റം വരുത്തുന്നുണ്ട്. കള്ള് അതാത് പ്രദേശത്തെ കള്ളുഷാപ്പുകളിൽ നിന്ന് വാങ്ങി വിൽക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നിർണായകമായ LDF യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. CPI ആസ്ഥാനമായ MN സ്മാരകത്തിലാണ് യോഗം. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല, കിഫ്ബി, യൂസർ ഫീ, സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകൽ തുടങ്ങിയ വിവാദങ്ങൾക്കിടെയാണ് യോഗം. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരായ സമരപരിപാടികളാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതിനിടെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച് സർക്കാർ. നിലവിൽ 2.25 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതിയ വർധനവോടും 3,80,000 രൂപയിലേക്ക് എത്തും. ജാനുവരി 1 മുതൽ മുൻകാല പ്രാബല്യം നൽകണമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും മന്ത്രിസഭ അത് അംഗീകരിച്ചില്ല. 7,000 രൂപയാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഓണറേറിയം. ഇതൊന്ന് കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആശാ വർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നുമല്ല മന്ത്രിസഭയുടെ മുന്നിലുണ്ടായിരുന്ന അടിയന്തര വിഷയം. അത് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കലായിരുന്നു. നിലവിൽ 2.58 ലക്ഷം രൂപയാണ് PSC അംഗത്തിന്റെ ശമ്പളം. ചെയർമാന്റെ ശമ്പളമാകട്ടെ 2.79 ലക്ഷം രൂപയും. ഇന്നത്തെ മന്ത്രിസഭായോഗം ശമ്പളം പുതുക്കാൻ തീരുമാനിച്ചതോടെ PSC അംഗങ്ങളുടെ ശമ്പളം 3,80,207 രൂപയായി ഉയരും. PSC ചെയർമാന്റെ ശമ്പളം 3,87,873 രൂപയായും വർദ്ധിക്കും. PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ 1,22,004 രൂപ ഓരോ മാസവും അധികമായി ലഭിക്കുമ്പോൾ ചെയർമാന് 1,08,359 രൂപയും അധികമായി ലഭിക്കും. ഇതുകൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം കൂടുകയും ചെയ്യും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭ അത് അംഗീകരിച്ചില്ല. ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയാണ് PSC ചെയർമാന്റെ ശമ്പള പരിഷ്കരണത്തിന് അടിസ്ഥാനമാക്കിയത്. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനും അടിസ്ഥാനമാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം പരിഷ്കരിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം PSC അംഗങ്ങളുള്ളത്. സംസ്ഥാനത്ത് ചെയർമാനടക്കം 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനാവശ്യ സമരമെന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനത്തിന് ആവശ്യവും അനാവശ്യവും മന്ത്രി തിരിച്ചറിയണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ ആശാ വർക്കർമാരുടെ മഹാസംഗമം സംഘടിപ്പിക്കും. സമരം 10ാം ദിനം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന് പിന്തുണയേറുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സമരത്തിന് അഭിവാദ്യമർപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് ധനമന്ത്രി സമരത്തെ തള്ളിപ്പറയുന്നതെന്നും VD സതീശൻ. ഓണറേറിയം മാറ്റി വേതനം ആക്കണം. ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം
കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് ഇന്നാണ് കുത്തിയിളക്കി കൊണ്ടുവന്നതാണ് ധനകാര്യം വന്ന്. അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യിൽ കാശില്ലാത്തോണ്ട് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. സമരം തുടരുന്നതിനിടെ 2 മാസത്തെ കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. 13,200 രൂപ വരെ പ്രതിമാസം ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. കുടിശ്ശിക തുക ആർക്കും ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ കള്ളം പറയുന്നുവെന്നും സമരക്കാരും പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം നടക്കും. 10,000-ലധികം പ്രവർത്തകരെ എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 24 തിരുവനന്തപുരം. അതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ ആരോഗ്യവകുപ്പ്. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആരോഗ്യവകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നാളെ മഹാസംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കുടിശ്ശിക അത് കിട്ടിയിട്ടില്ല എന്ന് ആശാ വർക്കർമാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. ഇത് ഓണറേറിയം എന്ന തരത്തിലേക്ക് തന്നെയാണോ പറയുന്നത്? വേതന വർധനവ് എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വേതന വർധനമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഇനിയും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപിടിച്ച് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കുക, അതുപോലെ അവരുടെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, ഈ ഓണറേറിയത്തിലുള്ള ഉപാധികൾ എടുത്തു കളയുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം നേരത്തെ 6-ാം തീയതിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇവരുടെ ഒരു ചർച്ച നടന്നത്. ആ ചർച്ച വൻ പരാജയമായിരുന്നു. തുടർന്നാണ് അവർ സമരം തുടരാൻ തീരുമാനിച്ചത്. ഇന്ന് 10-ാം ദിവസമാണ്. നാളെ മഹാസംഗമം നടക്കാനിരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സമരപ്പന്തലിലെത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുന്നത്. ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ 6-ാം തീയതി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരത്തിൽ ഓണറേറിയത്തിനുള്ള ഉപാധികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആശാ വർക്കർമാർ ഉന്നയിച്ചിരുന്ന മറ്റൊരാവശ്യമായ ശൈലി ആപ്ലിക്കേഷനിലെ OTP സംവിധാനം നിർത്തലാക്കാൻ ഹെൽത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ആശമാർക്ക് 3 മാസത്തെ ഓണറേറിയവും അനുവദിച്ചിട്ടുണ്ട്, അതായത് കുടിശ്ശിക അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെയും ആർക്കും ഈ പണം ലഭിച്ചു തുടങ്ങിയില്ല എന്ന് ആശാ വർക്കർമാർ ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. ഇന്നു മുതൽ ഓണറേറിയം വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനായി ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പിലെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും സമരവുമായി മുന്നോട്ട് പോകാനായിരിക്കും പക്ഷേ അവരുടെ തീരുമാനം. അവരുടെ പ്രതികരണം അടുത്ത മണിക്കൂറുകളിൽ അറിയാം. ശരി, ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണമുണ്ടായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ പീച്ചിയിൽ ഉൾവനത്തിലാണ് താമരവെള്ളച്ചാൽ സ്വദേശി പ്രഭാകരൻ മരിച്ചത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മകനും മരുമകനുമാണ് മരണവിവരം പുറത്തറിയിച്ചത്. പീച്ചി റേഞ്ചിന് കീഴിലെ അമ്പഴച്ചാൽ വനമേഖലയിൽ വെച്ചാണ് ഇന്നലെ രാത്രിയോടെ ആക്രമണമുണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിച്ച് രാത്രി തങ്ങാൻ സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. മകൻ മണികണ്ഠനും മരുമകൻ ലിജോയും ഓടി രക്ഷപ്പെട്ടെങ്കിലും വലിയ ചാക്ക് കയ്യിലുള്ളതിനാൽ പ്രഭാകരന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിൽ പോയതാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്, താമസിക്കുന്ന ഇടത്തിലേക്ക് വരുന്ന സമയത്താണ് ആന ഇവർ അറ്റാക്ക് ചെയ്യണത്. കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല, അപ്പോഴാണ് ആന വന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരനെ വനത്തിന് പുറത്തെത്തിക്കാൻ ഒപ്പമുള്ളവർ ശ്രമിച്ചിരുന്നെങ്കിലും ഇതിനിടെ ജീവൻ നഷ്ടമായി. രാവിലെ മകനും മരുമകനും തിരിച്ചെത്തിയാണ് മരണവിവരം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് സംഘം കാട്ടിലേക്ക് തിരിച്ചു. ഏറെ പരിശോധനകൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത്. കാട് വഴി എത്തിക്കുക ശ്രമകരമാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ പുഴ കടത്തി ബോട്ടിലാണ് മൃതദേഹം പീച്ചി IBയിലേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ മൃതദേഹം വീട്ടിലെത്തിക്കും. താമരവെള്ളച്ചാൽ കോളനിയിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട്ടെത്തിച്ചു. ആന ക്ഷീണിതനെങ്കിലും ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ വ്യക്തമാക്കി. മയക്കുവെടിയേറ്റ ആനയെ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി ചേർത്ത് പിടിച്ച കാഴ്ചയ്ക്കും അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദുരവസ്ഥ 24ലൂടെയാണ് പുറം ലോകമറിഞ്ഞത്. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഇന്ന് രാവിലെ കണ്ടെത്തിയത് വെറ്റിലപ്പാറയിലെ ചിക്ലായിൽ നിന്ന്.
കൂട്ടിന് ഏഴാറ്റുമുഖം ഗണപതിയും ഉണ്ടായിരുന്നു. ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന ഇരുവരും കാലടി പ്ലാന്റേഷനിലേക്ക്. പിന്നാലെ ദൗത്യസംഘം പ്ലാന്റേഷനിൽ. ഏഴാറ്റുമുഖം ഗണപതി അരികിൽ നിൽക്കെ മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടിവെച്ചു. വെടിയേറ്റ ആന ഗണപതിക്കൊപ്പം അല്പദൂരം മുന്നോട്ട് നീങ്ങിയെങ്കിലും പതിയെ മയങ്ങി. ഒപ്പമുണ്ടായിരുന്ന ചങ്ങാതിക്ക് ആപത്ത് പിണഞ്ഞുവെന്ന് മനസ്സിലായ ഏഴാറ്റുമുഖം ഗണപതി പലകുറി മുറിവേറ്റ കൊമ്പനെ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു. ആന താഴെ വീണതും ഗണപതിയെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ച് കാട്ടിലേക്ക് തുരത്തി. പിന്നാലെ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ആനക്കരികിലെത്തി പ്രാഥമിക ചികിത്സ നൽകി. മുറിവിൽ മരുന്നുവെച്ച ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമം. അതിനിടയിൽ ആന സ്വയം എഴുന്നേറ്റു. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ചേർന്ന് ആനയെ തള്ളി അനിമൽ ആംബുലൻസിൽ കയറ്റി. 1 മണിക്കൂറിനകം ആനയെ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു. ആനയുടെ മുറിവിന് 1 അടിയോളം താഴ്ചയുണ്ടെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. 1 അടിയോളം ആഴത്തിലുണ്ട്. തൊട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആശങ്കയുടെ നാളുകൾക്കിപ്പുറം അഭയാരണ്യത്തിൽ ആനയ്ക്ക് അഭയ കേന്ദ്രം ഒരുങ്ങി. ഇനി ചികിത്സയുടെ നീണ്ട നാളുകളാണ്. കോടനാട് അഭയാരണ്യത്തിൽ നിന്നും ടീം 24. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലെ കനത്ത നികുതി ഘടനയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ട്രംപ്. കോഴിക്കോട് നടക്കാവ് ഹോളി ക്രോസ് കോളേജിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയാക്കിയെന്ന് പരാതി. ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനെയാണ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ്. പ്രിൻസിപ്പലിന്റെയും വാർഡന്റെയും വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനം. കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ 3 വയസ്സുകാരി മരിച്ച സംഭവം ചികിത്സാ വീഴ്ചയെന്ന് പരാതി. കട്ടപ്പന സ്വദേശിനിയായ ഏകപർണികയുടെ മരണത്തിലാണ് പരാതി. ചികിത്സാ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ. ICC ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ 1-ാം സ്ഥാനത്ത്. പാകിസ്ഥാന്റെ ബാബർ അസമിനെ പിന്തള്ളിയാണ് ഗിൽ ഒന്നാമതെത്തിയത്. ആദ്യ 10-ൽ 4 ഇന്ത്യൻ താരങ്ങൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. രാത്രി 1:30-ക്ക് നടക്കുന്ന പ്ലേ ഓഫ് 2-ാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് എതിരാളികൾ. കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിനെതിരെ തിരിച്ചടിച്ച് ഗുജറാത്ത്. കേരളത്തിന് 457 റൺസ് പിന്തുടരുന്ന ഗുജറാത്ത് 3-ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 1 വിക്കറ്റിന് 222 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. പ്രിയങ്ക് പഞ്ചൽ 117 റൺസുമായി ക്രീസിലുണ്ട്. ആര്യ ദേശായി 73 റൺസ് എടുത്ത് പുറത്തായി. കേരളം 1-ാം ഇന്നിംഗ്സിൽ 457 റൺസിന് ഓൾ ഔട്ടായി. പുറത്താകാതെ 177 റൺസ് എടുത്ത മുഹമ്മദ് അസറുദ്ദീനാണ് കേരളത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.